ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഫെവിക്വിക്ക്. നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി യൂസിൽ എപ്പോഴെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. എന്തെങ്കിലും പൊട്ടിപ്പോയാൽ പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ. ഇതിൻ്റെ ഒരു 1-2 ഡ്രോപ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും അല്ലേ. ഇത് 5 രൂപയുടെ പാക്കറ്റാണ്. 5 രൂപയുടെ ഉണ്ട്, 10 രൂപയുടെ ഒക്കെ ഉണ്ട്. 10 രൂപയുടെ പാക്കറ്റിന് ക്യാപ്പൊക്കെ വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇത് 5 രൂപയുടെ, അതായത് ഒരു യൂസ് ആൻഡ് ത്രോ ഐറ്റം പോലെയാണ്. അതായത് ഇതിനകത്തൊരു 5-6 ഡ്രോപ്സ് കാണും ലിക്വിഡ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം അങ്ങ് എടുത്ത് കളയാണ് ചെയ്യാറുള്ളത്. പക്ഷേ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു 2-3 ഡ്രോപ്സ് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷവും നിങ്ങൾ ആ ട്യൂബിൽ നോക്കിയാൽ കാണാൻ പറ്റും, കുറച്ചുകൂടെ കാണും മിക്ക ടൈം. പക്ഷേ ഇത് 5 രൂപയുടെ സാധനമല്ലെന്ന് വെച്ചിട്ട് നമ്മളുടെ അടുത്തങ്ങ് കളയും. പുതിയൊരെണ്ണം മേടിച്ചാൽ മതിയല്ലോ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്കിത് റീയൂസ് ചെയ്യാൻ പറ്റും. അതിന് വേറെ ബോട്ടിലൊന്നും വേണ്ട. ഈ പാക്കറ്റിൽ തന്നെ അതിൻ്റെ ക്യാപ്പ് അവർ തന്നിട്ടുണ്ട്. പക്ഷേ മിക്കവർക്കും അതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ ബാക്കിൽ ക്ലിയറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ആരും അത് ശ്രദ്ധിക്കാറില്ല. എന്താണെങ്കിലും ഇത് റീയൂസ് ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്കറ്റ് ആസ് യൂഷ്വൽ നമുക്ക് പൊട്ടിക്കാം. പൊട്ടിച്ച് പൊട്ടില്ലല്ലോ. അപ്പോൾ ഇതാണല്ലോ ഐറ്റം, ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ലിക്വിഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കാൻ എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പൊട്ടിക്കാൻ വളരെ സിമ്പിളാണ്. ഇതിൻ്റെ മുകളിലുള്ള ഈ ക്യാപ്പ് ട്വിസ്റ്റ് ചെയ്താൽ മതി. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ട്വിസ്റ്റ് ടു ഓപ്പൺ. പിന്നെ ഇതിൻ്റെ ക്യാപ്പൊന്നും കൂടി എഴുതിയിട്ടുണ്ട്. അതായത് ഇതിൻ്റെ മണ്ടേ തന്നെ ഇവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എന്തിനാ യൂസേജ് എന്നുള്ളത്. അപ്പോൾ നോക്കുക. ഇപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കാനൊന്നുമില്ല, ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുക. ഇതാ പൊട്ടി. നമ്മളിത് ഓപ്പൺ. സാധാരണ ഇത് നമ്മൾ തുറന്നിട്ട് ഈ സാധനം എടുത്ത് എറിയും, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കും. പിന്നെ ബാക്കിയുള്ളത് കളയും. ഇപ്പോൾ ഇത് ഉപയോഗിച്ചെന്ന് വെച്ചു, ഇത് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇത് കളയാതെ ഇവിടെ മാറ്റി വെക്കുക. അപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും ഇതിനകത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ ഇത് അടച്ചു വെക്കാനാണ് ഈ ക്യാപ്പ്. ഇതെല്ലാം ക്യാപ്പ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പുണ്ട്. ഈ സാധനം എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക. ഇത് ആക്ച്വലി ഒരു ക്യാപ്പാണ്. ഇത് അടച്ചു വെക്കാൻ ഇത്രയേ ഉള്ളൂ പരിപാടി. ഇത് പോകത്തില്ല. പിന്നെ യാതൊരു പ്രശ്നവുമില്ല. ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അടച്ചു വെക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇനി റീയൂസ് ചെയ്യണ സമയത്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക, വീണ്ടും ഉപയോഗിക്കുക. അത്രേ കാണത്തുള്ളൂ, 2 വട്ടം മാക്സിമം ഉപയോഗിക്കാൻ. പക്ഷേ ഞാൻ പറയുന്ന മിക്കവർക്കും 1-2 ഡ്രോപ്സിനുള്ളിൽ നമുക്ക് നമ്മുടെ പരിപാടി കഴിയും. അപ്പോൾ ബാലൻസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ വളരെ സിമ്പിളായിട്ട് ഇതെടുത്ത് കളയാതെ, ഈ ക്യാപ്പ് കളയാതെ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ബൈ.